അനീറ്റ എന്നാണ് ആളുടെ പേര് പറഞ്ഞത്. അപ്പം ഇതൊന്ന് അനീറ്റ ചേച്ചി കാണുവാണെങ്കിൽ വേറൊന്നുമില്ല, വ്യത്യസ്തരായ ഒരാളെ കാണിക്കാൻ വന്നതാണ്. നമ്മുടെ ഇവിടെ പുള്ളിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്രി പറക്കി അങ്ങനെ ജീവിക്കുകയാണ്. പുള്ളി ഫുൾ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഫുൾ വ്യത്യസ്തനാണ്. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അത് പുള്ളിയുടെ ഒരു കഥയും കൂടെ ഉണ്ട്. ആ കഥ എന്നാന്നും കൂടെ പുള്ളിയോട് ചോദിക്കുക. അത് പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ അറിയട്ടെ. ആ കഥ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പം പുള്ളിയുടെ അടുത്തേക്ക് പോകാം. ഞാനിപ്പോൾ പിടിച്ചു നിർത്തേക്കുവാ. പുള്ളി അങ്ങനെ നിൽക്കണ മനുഷ്യനൊന്നുമല്ല, ഒരു ഭയങ്കര ക്യാരക്ടറാണ്. എന്നാലും ഒരു ചെറിയ റൊമാൻസ് വ്യത്യസ്തനായ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറയായിരുന്നു. അപ്പോൾ കറിയാച്ചേട്ടൻ ഇവിടെ വന്ന് ചാടാനുള്ള കാര്യം എനിക്ക് അവിടെ നിന്നും വിട്ടു പോരണം. ഞാൻ തേങ്കാശിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സ്വത്ത് വെക്കുമ്പോൾ ഞാൻ ഇവരെ ഈ കുട്ടിയെ പ്രതീക്ഷിച്ച് പോരുകയത്. ഇവിടെ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ല, ഞാൻ ആൾക്കാരോട് പറഞ്ഞോളൂ. ഒരു അനീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകൊച്ചുണ്ടാകും, കോഴിക്കോട് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ കുറേ നാൾ ഇറങ്ങി കണ്ടില്ല. അതിനുശേഷം കാണാൻ കഴിയാണ്ട് ഞാനിവിടെ തൊടുപുഴയ്ക്ക് പോകുന്നു. കൃഷിയിലെ പല ഭാഗങ്ങളിലും സൈക്കിളൊക്കെ പകരമായിട്ട് പല ഷൈനിങ് വിറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. കാരണം എന്നെ ആരെങ്കിലും കണ്ടാൽ അറിയണം, അതിന് വേണ്ടിയാണ്. നമ്മളെ പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയണം. അത് തന്നെ, അതുകൊണ്ട് നമ്മളെ സൈക്കിൾ ഇതെല്ലാം വെച്ച് കെട്ടി നടക്കണം. അതല്ലേ. അപ്പോൾ ഈ കുട്ടീനെ പഠിച്ച് കഴിഞ്ഞ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് 15 ദിവസമായി. ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞ് ജോലിക്കായിട്ട് പുറത്തെങ്ങാണ്ട് പോയി. അപ്പോൾ ആ കാര്യം നടന്നില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അകന്നു. എങ്കിലും അന്വേഷണത്തിൽ ഒരുപോലെയാണ്. അത് കഴിഞ്ഞ് ശരിക്കും പേരെന്നാ? എൻ്റെ പേര് ലിൻഡോ. ഇവിടെ വന്നിട്ടാണ് കറിയാച്ചേട്ടൻ ആൾക്കാരെല്ലാം വിളിച്ചു തുടങ്ങി. ഇവിടെ വന്നു. പിന്നെ എന്നിട്ട് ഇവിടെ വന്ന് ഈ കുട്ടിയായിട്ട് അകന്നു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അലീസ് എന്ന് പറഞ്ഞ പെണ്ണായിട്ട് കല്യാണം പറഞ്ഞു. അതിൻ്റെ കല്യാണം നടക്കാതെ വന്ന ആ നിരാശയുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഷൈനിങ് സ്വഭാവത്തോടെയും താടിയും മീശയൊക്കെ വളർത്തി നടക്കുന്നത്. അല്ല, കുഴപ്പമില്ല. ആൾക്കാർ വെറൈറ്റി ആയിട്ട് നടക്കണം. ഞാൻ താടിയും മുടിയൊക്കെ നീട്ടിയല്ലേ നടക്കണം. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടോ? ആ പഴയ പ്രേമം ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതെ. എത്ര വർഷം മുമ്പാ? 15 വർഷമായോ? ഇത് എത്ര വർഷം മുമ്പായിരുന്നു അപ്പൊ പ്രണയം അവസാനിച്ചേ? പ്രണയം 20 വർഷം മുമ്പുള്ള. 20 വർഷം മുമ്പുള്ള. ഞങ്ങളുടെ വീട്ടിലെ അയലങ്കാരിയായിരുന്നു. ആണോ? ഞങ്ങൾ ഭയങ്കര സ്വത്തുള്ള, അവർക്ക് അതിന് സ്വത്ത് 15 അല്ലായിരിക്കും, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കാണും. 20 വർഷമായി. 20 വർഷമായില്ലേ? അപ്പൊ അതൊന്ന് ചേട്ടനെ എപ്പോഴും കാണുമ്പോൾ ഈ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഈ സൈക്കിളൊക്കെ ആയിട്ട് പോകണ കാണുമ്പം ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആരുടെ നേരെ പോലും നോക്കൂല, ചിരിക്കൂല്ല, ഒന്നുമില്ല. കള്ളുകൂടിയും ബഹളമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. മുറുക്കാൻ വെക്കും, അത്രേ ഉള്ളൂ അല്ലേ? വേറെ ബാക്കിയുള്ള ലഹരി ഒന്നുമില്ല. ആൾക്കാർ ഓർക്കണ പലതും നമ്മൾ ആരോടും മിണ്ടാത്തോണ്ട് ഓരോന്ന് വിചാരിക്കും. ആ വിഷയമൊന്നുമില്ല. അപ്പൊ ചേട്ടന്റെ ചൈത്രയാത്ര തുടരുക, എവിടെയെങ്കിലും ഒന്ന് വെച്ച് കാണണം എന്നുള്ള ആഗ്രഹമല്ലേ ഉള്ളൂ. അപ്പൊ ഇത് എല്ലാവരോടും ഒന്ന് പറഞ്ഞേരെ. ആരെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ കാണും. ഈ അഭിപ്രായം കൊണ്ട് ഈ കുട്ടിക്ക് ആളുടെ മനസ്സിലാകാൻ വേണ്ടി ഈ വേഷം ഓടിക്കാൻ നടക്കുന്നത് സൈക്കിളൊക്കെ അതുപോലെ ഒരു ആക്രിക്കാരുടെ കൊണ്ടുവേണ്ട ആളെന്നുള്ള പുള്ളിക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയാണ് മനസ്സിലാവണേ. ഏകദേശം കണ്ടാൽ മനസ്സിലാവൂ. ഏകദേശം പുള്ളിക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം പുള്ളി എഴുത്ത് വിട്ടുകൊണ്ട് ഞാൻ പുള്ളിയോട് അതുപോലെ ആക്രിക്കാരനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സൈക്കിൾ പണ്ടെന്നായിരുന്നു പരിപാടി? പണ്ട് എനിക്ക് ഓറഞ്ച് കച്ചവടമായിരുന്നു. ഞങ്ങൾക്ക് ഓറഞ്ച് ഓട്ടം ഉണ്ടാകും. മൊത്തത്തിലെ വണ്ടിക്കാർക്ക് കൊടുക്കുമായിരുന്നു. ആണോ? അപ്പം മൊത്തത്തിലൊരു വ്യത്യസ്തമാണ്. അപ്പം ഇനിയിപ്പം ഒന്ന് പറഞ്ഞേരം ആൾക്കാരെ ഇതൊന്ന് പുള്ളിക്കൊന്ന് ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പഴയ ആളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അല്ലേ? അപ്പോൾ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കറിയാച്ചേട്ടൻ്റെ ആഗ്രഹം ലിൻഡോ ലെനിയല്ലേ ശരിക്കും പേര്. അപ്പോൾ ഈ കറിയാച്ചേട്ടൻ്റെ ആഗ്രഹം ഒന്ന് എല്ലാവരും ഒന്ന് സാധിച്ചു കൊടുക്കുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ആളുടെ പേരിന് അനീറ്റ എന്നാണ് ആളുടെ പേര് പറഞ്ഞത്. അപ്പം ഇതൊന്ന് അനീറ്റ ചേച്ചി കാണുവാണെങ്കിൽ വേറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ ആ പഴയ ഒരു ഇതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഒരു വ്യത്യസ്ത ഒരു സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണത്. ലവ് സ്റ്റോറിയാണ് എൻ്റെ ജീവിതമാർഗം. എല്ലാവരും കണ്ടാ മതി. നമ്മളിനി ആരെ ഉപദ്രവിക്കാൻ പോകില്ല. എല്ലാവരും സഹകരിക്കണം.